ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറത്തൊക്കെ ട്രെൻഡിങ് ആണ്. ഈ നോമ്പ് കാലത്ത് മലപ്പുറത്ത് ട്രെൻഡിങ് എന്നല്ല, മലപ്പുറത്തൊക്കെ ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മുടെ നോമ്പിന് എന്താ പറയുക 30 ദിവസവും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നിട്ട് ഇത് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് പറയണേ. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞുറപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു അടികട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ 2 പാലാണ് നമ്മൾ ചേർക്കുന്നത് തേങ്ങയുടെ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ചൂടാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് സേമിയ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ നല്ല പോലെ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 സ്പൂണാണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ സേമിയ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ നമ്മുടെ സേമിയ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ചേർത്ത് ഉടനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി റവയും കൂടെ ഒന്ന് വെന്ത് വരണവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള 1 പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്താലാണ് ആ ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അതെന്താ നോക്കാം. അപ്പോൾ നമ്മൾ സേമിയ വറുത്ത് അതേ പാൻ തന്നെ എടുത്തിട്ടുള്ള അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ഇത് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ തരിക്കഞ്ഞി. അപ്പം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഐറ്റം സെറ്റായത് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷെഫാണ്. അപ്പോൾ ഷെഫ് കഴിച്ച് നോക്കൂ. എന്താണ് ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനത്തെ ടേസ്റ്റ് ഉള്ളത്? നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും എല്ലാം നമ്മുടെ ഭക്ഷണത്തിന് അടിപൊളിയായിട്ടല്ലോ. നമ്മളൊക്കെ കവർ ചെയ്ത് പോയാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ
എന്താ പറയുക, എനിക്ക് എന്തായാലും ഇഷ്ടമായി. നല്ല ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന കാരണം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാത്തൊരു റെസിപ്പിയാണല്ലോ. ഇതാണ് ഇന്നത്തെ ഇഫ്താർ വിഭവം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ഒരു ടാറ്റ കൊടുത്തേ. ഞാൻ തന്നെ കഴിക്കും രസം കൊണ്ട്. അപ്പം അമ്മ കഴിച്ചോട്ടെ. അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം.